എക്കാലയിൽ ട്രാവൽ ബ്ലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ കൽക്കട്ടയിൽ ലാൻഡ് ചെയ്തപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞിരുന്നു. ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നേരെ ഹോട്ടലിലേക്ക് പോയി. കുറച്ചു സമയത്തെ വിശ്രമത്തിനു ശേഷം ഞങ്ങൾ നഗരം കാണാനായി ഇറങ്ങി. 6 മണിയായപ്പോൾ തന്നെ സന്ധ്യ ആയി തുടങ്ങി. ദീപാവലി ആഘോഷം നടക്കുന്നതിനാൽ നഗരമെല്ലാം വൈദ്യുത വിളക്ക് കൊണ്ട് നന്നായി അലങ്കരിച്ചിരുന്നു. കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു. അവിടെയെവിടെയായി പടക്കങ്ങളുടെ ശബ്ദവും കേൾക്കാം. ഈ വർഷത്തെ ഞങ്ങളുടെ വാർഷിക റോഡ് ട്രിപ്പിനായി തിരഞ്ഞെടുത്തത് ഈസ്റ്റ് ഇന്ത്യയാണ്, അതായത് വെസ്റ്റ് ബംഗാളും അതിനോട് ചേർന്ന് കിടക്കുന്ന ജാർഖണ്ഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഒറീസ. കൽക്കട്ടയെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലേക്ക് ആദ്യമായി വരുന്നത് ഹൗറ ബ്രിഡ്ജ് ആണ്. ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള ഒരു ഉരുക്ക് പാലമാണ് ഹൗറ പാലം. 1943 കമ്മീഷൻ ചെയ്ത ഈ പാലത്തിന് കൊൽക്കത്തയുടെ ഇരുവശങ്ങളെയും ബന്ധിപ്പിക്കുന്ന അതേ സ്ഥലത്തുണ്ടായിരുന്ന ഒരു പാലത്തിന് പകരമായതിനാൽ ആദ്യം ന്യൂ ഹൗറ പാലം എന്നാണ് പേര് നൽകിയത്. ഈ പാലം ഹൗറ റെയിൽവേ ടെർമിനലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1965 ജൂൺ 14 നോബൽ സമ്മാന ജേതാവുമായ ബംഗാളി കവി രബീന്ദ്രനാഥ് ടാഗോറിന്റെ പേരിലാണ് ഇത് രബീന്ദ്ര സേതു എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ഹൗറ പാലം എന്നാണ് ഇത് ഇപ്പോഴും അറിയപ്പെടുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിലെ ചരിത്രപരമായ വഴികളുടെ ഒരു സജീവമായ മിശ്രിതമാണ് കൊൽക്കത്തയിലെ തെരുവുകൾ. പാർക്ക് സ്ട്രീറ്റ് പോലുള്ള സജീവമായ രാത്രി ജീവിതത്തിനും ആഘോഷങ്ങൾക്കും പേരുകേട്ടതാണ് തിരക്കേറിയ ആധുനിക പാതകളും. വൈവിധ്യമാർന്ന തെരുവ് ഭക്ഷണത്തിനും അവർ പ്രശസ്തമാണ്. കരിമ്പ് നീര് സാൻഡ്വിച്ചുകൾ മുതൽ ഫുച്ക, ഗുഗ്നി, കാട്ടി റോളുകൾ പോലുള്ള പ്രശസ്തമായ പ്രാദേശിക ലഘുഭക്ഷണങ്ങൾ വരെ വിൽപ്പനക്കാർ ഇവിടെ വിൽക്കുന്നു. നഗരത്തിലെ തെരുവുകൾക്ക് പേരിടുന്നത് പലപ്പോഴും അതിന്റെ ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്നു. ചില തെരുവുകൾക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പേരും മറ്റുള്ളവയ്ക്ക് കൂടുതൽ പ്രാദേശിക പ്രാധാന്യവും പ്രതിഫലിപ്പിക്കുന്നു. കൊൽക്കത്ത നഗരമധ്യത്തിലെ പ്രശസ്തമായ ഒരു പാതയാണ് പാർക്ക് സ്ട്രീറ്റ്. കൊൽക്കത്തയിൽ ഏറ്റവുമധികം ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത്. ക്രിസ്മസ്, പുതുവത്സരാഘോഷങ്ങൾ പോലുള്ള നിരവധി ആഘോഷങ്ങൾക്ക് പേരുകേട്ടതാണ്. ആയിരത്തി 1772 കൊൽക്കത്ത ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായി. ഏഷ്യയിലെ ആദ്യത്തെ അച്ചടിച്ച പത്രം, ഇന്ത്യയിലെ ആദ്യത്തെ കുതിരവണ്ടി, ട്രാം എന്നിവയുൾപ്പെടെ നിരവധി ആദ്യങ്ങൾ ഈ നഗരത്തിൻ്റെതാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ നഗരമായിരുന്നു ഇത്. വിക്ടോറിയ മെമ്മോറിയൽ പോലുള്ള അതിൻ്റെ പല ഐക്കണിക് കെട്ടിടങ്ങളും ഈ കാലയളവിൽ നിർമ്മിക്കപ്പെട്ടു. ബംഗാൾ നവോത്ഥാനത്തെയും ഇന്ത്യൻ ദേശീയതയും വളർത്തിയെടുക്കാൻ സഹായിച്ച പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഈ നഗരം. 1911 തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയപ്പോൾ നഗരത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കുറഞ്ഞു. 1947 ഇന്ത്യാ വിഭജനം അതിൻ്റെ വാണിജ്യ പ്രാധാന്യത്തെ ബാധിക്കുകയും അഭയാർത്ഥികളുടെ വലിയൊരു പ്രവാഹത്തിന് കാരണമാവുകയും ചെയ്തു. 2001 ഇന്ത്യൻ സർക്കാർ നഗരത്തിന്റെ പേര് കൽക്കട്ട എന്നത് ഔദ്യോഗികമായി കൊൽക്കത്തയാക്കി മാറ്റി. ഇത് ബംഗാളി പേരിന്റെ ഇംഗ്ലീഷ് പതിപ്പാണ്. ചരിത്രപരമായ കെട്ടിടങ്ങളുടെ എണ്ണം കാരണം കൊൽക്കത്തയെ ചിലപ്പോൾ ഈ കൊട്ടാരങ്ങളുടെ നഗരം എന്നും വിളിക്കാറുണ്ട്. പൈതൃക ഘടനകളുള്ള കൊൽക്കത്തയെ ഇന്ത്യയുടെ പൈതൃക നഗരമായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ ഒരു പ്രധാന സാംസ്കാരിക, ബൗദ്ധിക കേന്ദ്രമായി ഈ നഗരം തുടരുന്നു. കൊൽക്കത്ത അഥവാ കൽക്കട്ട ഒരു കൊളോണിയൽ നഗരമായിരുന്നു. കൊൽക്കത്തയുടെ ചരിത്രം 1690 ആരംഭിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടെയാണ്. അവർ ബംഗാളിലെ വ്യാപാര ബിസിനസ് ഏകീകരിച്ചു. കാലിക്കറ്റ, ഗോവിന്ദപൂർ, സുധാനദി. അതിൽ കാലിക്കറ്റ ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു. അവിടെ ഒരുപിടി വ്യാപാരികൾ ഒരു ഫാക്ടറി നിർമ്മിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സുധാനദി ഒരു നദീതീര നെയ്ത്തുകാരുടെ ഗ്രാമമായിരുന്നു. ഗോവിന്ദപൂർ ഇന്ത്യൻ വ്യാപാരി രാജകുമാരന്മാരുടെ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. ഈ ഗ്രാമങ്ങൾ സബർണ റോയ് ചൗധരി ജമീന്ദാർ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു. 1698 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എസ്റ്റേറ്റ് വിറ്റു. ഹൂഗ്ലി നദിയുടെ കിഴക്കൻ തീരത്ത് വ്യാപിച്ചുകിടക്കുന്ന കൊൽക്കത്ത, ബംഗ്ലാദേശുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്റർ പടിഞ്ഞാറ് കിഴക്കൻ ഇന്ത്യയിലെ താഴ്ന്ന ഗംഗാ ഡെൽറ്റയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന്റെ ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ ഒരു തണ്ണീർത്തടമായിരുന്നു. അത് പതിറ്റാണ്ടുകളായി വളർന്നുവരുന്ന ജനസംഖ്യയെ ഉൾക്കൊള്ളുന്നതിനായി സാധിച്ചു.
കിഴക്കൻ കൊൽക്കത്ത തണ്ണീർത്തടങ്ങൾ എന്നറിയപ്പെടുന്ന ശേഷിക്കുന്ന അവികസിത പ്രദേശങ്ങളെ റാംസർ കൺവെൻഷൻ 1975 പ്രകാരം ഈ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടമായി പ്രഖ്യാപിച്ചു. ഇന്തോ-ഗംഗാ സമതലത്തിന്റെ ഭൂരിഭാഗവും പോലെ മണ്ണും വെള്ളവും പ്രധാനമായും എക്കൽ ഉദ്ഭവമുള്ളതാണ്. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ തടത്തിന് മുകളിലാണ്. നാളത്തെ പ്രോഗ്രാം അനുസരിച്ച് കൽക്കട്ടയിലെ പ്രശസ്തമായ സെറാംപൂർ കോളേജും സെന്റ് ഒലാവ്സ് കത്തീഡ്രലും കാണാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ഹോട്ടലിലാണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തുടർന്നും പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. എക്കാലയിൽ ട്രാവൽ ബ്ലോഗിന്റെ എല്ലാ വീഡിയോകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്, കാണാൻ മറക്കരുത്. അടുത്ത ദിവസങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ ഇവയാണ്: ബീഹാറിന്റെ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ആർക്കിയോളജിക്കൽ സൈറ്റ്, മഹാബോധി ടെമ്പിൾ, റാഞ്ചിയിലെ ജഗന്നാഥ് ടെമ്പിൾ, റായ്പൂരിലെ വിവേകാനന്ദ സരോവർ, അറാക്ക് വാലിലെ ബോറ കേവ്സ് മുതലായവയാണ്.